ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മംഗളവാർത്താ കാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സന്തോഷിക്കുന്നവരാകുക എന്ന സന്ദേശമാണ് ഈ ദിവസം നമുക്കായിട്ട് നൽകുന്ന പ്രധാനപ്പെട്ട വിഷയം. സഖറിയായ്ക്കും എലിസബത്തിനും അവരുടെ വാർദ്ധക്യത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്യുന്നതായിട്ടാണ് മംഗളവാർത്താ കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചത്. ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് മംഗളവാർത്താ കാലത്തിൻ്റെ ഈ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗം. ഈശോയുടെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചും അതോട് അനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്ന ഈ സുവിശേഷ ഭാഗം നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപിടി നല്ല ചിന്തകളും നമുക്കായിട്ട് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സന്തോഷിക്കുന്നവരാകുക എന്നാണ് ഈ ദിവസം നമ്മളോട് പ്രധാനമായിട്ടും ആഹ്വാനം ചെയ്യുക. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന, ദൈവം എന്നോട് കാണിക്കുന്ന കാരുണ്യങ്ങളെ ഓർത്ത്, നന്മയുടെ വഴികളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ, ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. ഇവിടെ 1-ാം അധ്യായത്തിൻ്റെ 57-58 വാക്യങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ കാണുക. എലിസബത്തിന് പ്രസവ സമയമായി, അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എന്ന്. പലസ്തീനയിലെ യഹൂദരുടെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു ആൺകുട്ടിയുടെ ജനനം എന്നുള്ളത് വളരെ വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. കാരണം ഓരോ ആൺകുട്ടിയിലും അവർ രക്ഷകനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു സ്ത്രീയുടെ പ്രസവ സമയം ആകുമ്പോൾ അവളുടെ ബന്ധുക്കളും സ്നേഹിതരും അയൽക്കാരും അതോടൊപ്പം തന്നെ അടുത്തുള്ള ഗായക സംഘവും കുഴലൂത്തുകാരുമൊക്കെ ആ ഭവനത്തിന് അടുത്ത് ഒരുമിച്ച് ചേരും. ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ പിന്നെ അവിടെ സംഗീതവും നൃത്തവും ഒക്കെയായിട്ട് വലിയ ആഘോഷമാണ്. പെൺകുട്ടിയാണെങ്കിൽ എല്ലാവരും നിശബ്ദരായി ഒരു തെല്ല് സങ്കടത്തോടെ പോകുന്നു. അപ്പോൾ സഖറിയായുടെ ഭവനത്തിൽ ഈ ഒരു സന്തോഷം ഇരട്ടിയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവരുടെ വാർദ്ധക്യത്തിലാണ് അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമതായിട്ട് അതും ഒരു ആൺകുട്ടിയെയാണ് അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ സഖറിയായുടെയും എലിസബത്തിൻ്റെയും ഭവനത്തിൽ ഈ ഒരു സന്തോഷം ഇരട്ടിയായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ കാണുക അവരോടൊത്ത് സന്തോഷിക്കുന്ന അയൽക്കാരെക്കുറിച്ചാണ്. അപ്പോൾ ഈ അയൽക്കാർ അവരോടൊത്ത് എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത് എന്ന് കൂടി വചനം അവിടെ പറയുന്നുണ്ട്. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് അവർ സന്തോഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന നന്മകളെ ഓർത്ത്, അവർക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെ ഓർത്ത്, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് അവരോട് ചേർന്നുകൊണ്ട് എനിക്കും ഉള്ളു തുറന്ന് സന്തോഷിക്കുവാനായിട്ട്, ആനന്ദിക്കുവാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ഒരു സന്തോഷത്തിൻ്റെ അവസരത്തിൽ പുറമേ നമ്മൾ സന്തോഷം നടിക്കുന്നവരാണ് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരല്പം അസൂയയോടും മാനസിക പിരിമുറുക്കത്തോടും കൂടെ തന്നെയായിരിക്കും നമ്മൾ അവരുമായിട്ട് ഇടപെടുക. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നന്മയുടെ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അസൂയപ്പെടുമ്പോൾ ഞാൻ ആരോടാണ് അസൂയ കാണിക്കുക? അവരോട് മാത്രമല്ല ഞാൻ അസൂയ കാണിക്കുക, മറിച്ച് ആ ഒരു അനുഗ്രഹത്തെ അവർക്ക് നൽകിയ ദൈവത്തോടും ദൈവത്തിൻ്റെ മനസ്സിനോടും ആണ് ഞാൻ എതിർത്ത് നിൽക്കുന്നത് എന്ന ഒരു ചിന്ത കൂടി നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഈ വചനം പറയുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം ഇവർക്ക് കുഞ്ഞിനെ ലഭിച്ചതിനെ ഓർത്തല്ല പ്രത്യേകമായിട്ട് സന്തോഷിക്കുക, മറിച്ച് ദൈവം അവരോട് കാണിച്ച കാരുണ്യത്തെ ഓർത്താണ് സന്തോഷിക്കുക. ആ കാരുണ്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ നമ്മളും ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നന്മയും ഐശ്വര്യവും അഭിവൃദ്ധിയും വിജയങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അത് നൽകിയ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷവും കാരുണ്യമൊക്കെ നമ്മുടെ കൂടി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി
ഇതേ തുടർന്ന് ഇവിടുത്തെ വചനത്തിൽ നമ്മൾ കാണുക, ഈ ശിശുവിൻ്റെ 8-ാം ദിവസം അവന് പരിച്ഛേദന കർമ്മം നടത്തുന്നു, അതേ തുടർന്ന് പേരിടിയിലും നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് ആൺകുട്ടികൾക്ക് 8-ാം ദിവസം പരിച്ഛേദനം നടത്തുക, തുടർന്ന് പേരിടിയിലും നടത്തുക എന്നൊക്കെയുള്ളത് ദൈവം അവർക്ക് നൽകിയ ഒരു കൽപ്പനയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അബ്രാഹത്തിനോടും സന്തതികളോടും നടത്തിയ കൽപ്പനയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമാണെന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെയും പാരമ്പര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 8-ാം ദിവസം അവരെ മാമോദിസ മുക്കുന്ന ഒരു പാരമ്പര്യമൊക്കെ. പക്ഷേ ഇന്ന് നമ്മൾ പല പല കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീട്ടിവെക്കുകയാണ്. പല കൂദാശകളും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നീട്ടിവെക്കുകയാണ്. പിന്നെ ഈ ശിശു ജനിച്ച് മാമോദിസ നൽകേണ്ട കുട്ടി മാമോദിസ തൊട്ടിയിലിരുന്ന് അച്ഛനെ വെള്ളം കോരി ഒഴിക്കാനുള്ള പ്രായമായാലും പലപ്പോഴും മാമോദിസ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായൊരു കാര്യം. അവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഈ ശിശുവിന് വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടേണ്ടതായിട്ടുള്ള ദൈവകൃപയുടെ ഒഴുക്കിന് നമ്മളവിടെ തടസ്സം നിൽക്കുകയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇനി ഈ പേരിടുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേൽക്കാർ അവരുടെ അപ്പന്മാരുടെ അല്ലെങ്കിൽ പൂർവികരുടെ പേരാണ് അവിടെ നൽകുന്നത്. ഈ യോഹന്നാൻ്റെ കാര്യത്തിൽ പ്രത്യേക വിധമായിട്ട് ദൈവം വെളിപ്പെടുത്തിയൊരു പേര് അവിടെ നൽകുന്നു എന്ന് നമ്മൾ കാണുകയാണ്. യോഹന്നാൻ എന്ന ആ ഒരു പേരിൻ്റെ വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദാനം, ദൈവം കരുണയുള്ളവൻ, ദൈവത്തിൻ്റെ കാരുണ്യം എന്നൊക്കെയുള്ള ഒരർത്ഥമാണ് അവിടെ കാണുക. അപ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യത്തിലും ഇപ്രകാരം കുഞ്ഞുങ്ങൾക്ക് പേര് നൽകുമ്പോൾ പൂർവികരുടെ പേര്, വിശുദ്ധരുടെ പേര് ഒക്കെ നൽകുന്ന ഒരു പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും കുടുംബത്തോടും സഭയോടും വിശുദ്ധരുടെ കൂട്ടായ്മയോടുമൊക്കെയുള്ള ഒരു ബന്ധത്തെ കൂടി സൂചിപ്പിക്കുവാനായിട്ടാണ് ഇപ്രകാരം പേരുകൾ നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ചില കൗതുകകരമായ ഫാൻസി പേരുകളുടെ പിന്നാലെ പോകുന്നവരായിട്ട് മാറുന്നില്ലേ എന്ന് നമ്മൾ പരിശോധിക്കുന്നതും നല്ലത് തന്നെയാണ്. ഇനി വീണ്ടും ഈ തുടർന്ന് വരുന്ന വചനഭാഗത്തിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം 66-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക, കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി, കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന്. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ കരം എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തിയുടെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളമായിട്ടാണ് പഴയ കാലഘട്ടത്തിലും ഇപ്പോഴും തിരുസഭ കാണുന്നതും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഈ ശിശുവിനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശിശു ആരായിത്തീരുമെന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഓരോ മനുഷ്യ വ്യക്തിയെക്കുറിച്ചും ഓരോ ശിശുവിനെക്കുറിച്ചും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യവും ഇത് തന്നെയാണ്. കാരണം ഓരോ കുഞ്ഞിൻ്റെയും ജനനം ഒത്തിരിയേറെ പ്രതീക്ഷയുടെ അടയാളമാണ്. ദൈവത്തിനുള്ള ഒരു പ്രതീക്ഷ, മാതാപിതാക്കൾക്കുള്ള സ്വപ്നം, സമൂഹത്തിനുള്ള പ്രതീക്ഷ. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് ഈ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം കൂടി ആണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്, ഈ ശിശു ആരായിത്തീരും, ഇങ്ങനെ പോയാൽ ഇവൾ ആരായിത്തീരും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരിക, നേരിൻ്റെ പാതയിലൂടെ നടത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും മേൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം കൂടിയാണ് എന്നും വചനം ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും യോഹന്നാനെക്കുറിച്ച് ഇപ്രകാരം ഒരു ചോദ്യം അവർ ചോദിക്കുവാനുള്ള കാരണം ഞാൻ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞു, ഓരോ ആൺകുട്ടിയുടെയും ജനനം അത് രക്ഷകൻ്റെ ജനനമായിട്ടാണ് അവർ കണ്ടത്. അപ്പോൾ ഈ യോഹന്നാൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഒത്തിരിയേറെ അത്ഭുതകരമായ കാര്യങ്ങളെ കാണുമ്പോഴാണ് ഈ ജനം അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുക, ഈ ശിശു ആരായിത്തീരും. കാരണം അവരെ സംബന്ധിച്ച് ഇവനൊരു പക്ഷേ അവർ കാത്തിരുന്ന രക്ഷകനാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ടാണ് തുടർന്ന് വരുന്ന വചനഭാഗത്ത് സഖറിയയുടെ ഒരു പ്രവചന ഗീതം നമ്മൾ കാണുക. അവിടെ വ്യക്തമായിട്ട് രക്ഷകനെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് ഈ ശിശുവിനെക്കുറിച്ച്, യോഹന്നാനെക്കുറിച്ച് പറയുകയാണ്. 76 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അപ്പോൾ ഇത് രക്ഷകനല്ല, രക്ഷകന് വഴിയൊരുക്കുവാനായിട്ട് വന്നവനാണ് എന്ന് യോഹന്നാൻ അവിടെ പ്രവചിക്കുന്നതായിട്ട് കൂടി നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനമായിട്ട് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഓർത്താണ് ഇവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഈ യോഹന്നാൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം,
അവിടെ എലിസബത്തിൻ്റെ ഒരു മനോഭാവം നമ്മൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എലിസബത്ത് ഇപ്രകാരമാണ് പറയുക, ലൂക്കാ 1:25, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. താൻ ഗർഭിണിയായി എന്ന് തിരിച്ചറിയുമ്പോൾ എലിസബത്ത് പറയുന്ന കാര്യമാണ്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ എലിസബത്തിനെ സംബന്ധിച്ച് ദൈവം ഈ ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ദൈവം ചെയ്ത കാരുണ്യം തന്നെയാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്നൊരു അപമാനഭാരം നീക്കിക്കളയാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടലായിട്ടാണ് അവളത് കണ്ടത്. പ്രിയപ്പെട്ടവരെ, നാമും ഇപ്രകാരം പല രീതിയിൽ അപമാനിക്കപ്പെടുന്നവരാകാം. എലിസബത്തിനെ സംബന്ധിച്ച് ഇതൊരു അപമാനമാണ്. കാരണം വന്ധ്യത എന്ന് പറയുന്നത് ഒരു ശാപമായിട്ട് കരുതിയിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു അവൾ ജീവിച്ചത്. ചിലപ്പോഴൊക്കെ നമ്മളും ഇപ്രകാരമുള്ള അപമാനത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാകാം. ചില രോഗാവസ്ഥ നമ്മളെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ളതാകാം. നമ്മൾ അനുഭവിക്കുന്ന കടബാധ്യതകൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്ന അവസ്ഥ തീർച്ചയായും അപമാനത്തിൻ്റെ അവസ്ഥയാണ്. കുടുംബജീവിതത്തിലെ ചില താളപ്പിഴകൾ അപമാനത്തിൻ്റെ അവസ്ഥയാണ്. ജീവിത പങ്കാളിയും മക്കളുടെയും ഒക്കെ ദുർനടപ്പ് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുമ്പിട്ട് ജീവിക്കേണ്ട അപമാനത്തിൻ്റെ അവസ്ഥയാണ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചിട്ടും ഒന്നും നേടാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ചില പരീക്ഷകളൊക്കെ പലതവണ എഴുതിയിട്ടും ജയിക്കാത്തതിൻ്റെ നിരാശയും അപമാനഭാരവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്രകാരമുള്ള പലതരത്തിലുള്ള അപമാനഭാരങ്ങളുമായിട്ട് നടക്കുന്നവരാണ് നമ്മൾ എങ്കിലും സഖറിയായോടും എലിസബത്തിനോടും കാരുണ്യം കാണിച്ച ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ഒരു ഉറപ്പോടെ ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാനായിട്ട് കൂടി ഇന്ന് ഈ വചനഭാഗം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുക, അബ്രാഹത്തോടും സാറയോടും അവരുടെ വാർദ്ധക്യത്തിൽ വലിയ കാരുണ്യം കാണിക്കുന്ന ദൈവം അവർക്ക് തൻ്റെ വാഗ്ദാനമനുസരിച്ച് ഒരു കുഞ്ഞിനെ നൽകുന്നതായിട്ടാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് ദൈവത്തിന് തൻ്റെ പ്രിയപ്പെട്ടവരോട്, തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള ആ ഒരു വലിയ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാണ്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 21-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരമാണ്, കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ ദൈവം അവരോട് ചെയ്ത വാഗ്ദാനം ദൈവം അവിടെ പൂർത്തിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളോട് ചില വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും, യേശുക്രിസ്തു വഴിയായിട്ട് നമ്മളോട് ചില വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് പാലിക്കും. പറഞ്ഞ സമയത്ത് തന്നെ സാറ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു എന്നതാണ്. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ ദൈവം പാലിക്കുന്നത് തൻ്റെ സമയത്താണ്. ആ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് ക്ഷമയോടെ, പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കണം എന്ന ഒരു സന്ദേശമാണ് ഈ ആദ്യ വായന നമുക്കായിട്ട് നൽകുക. ഇനി രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗത്ത്, അവിടെയും ദൈവം ഇസ്രായേൽക്കാരോട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരോട് വലിയ കാരുണ്യം കാണിച്ച് അവരെ അടിമത്വത്തിൽ നിന്നും വിപ്രവാസത്തിൽ നിന്നുമൊക്കെ വിമോചിപ്പിച്ച് അവർക്ക് സമാശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് അവരെ അവരുടെ വാഗ്ദാന ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗമാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യൻ്റെ തിന്മകൾക്ക് അവിടെ ശിക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും അതിവേഗം തന്നെ അവരോട് ക്ഷമിച്ച് വീണ്ടും അവരോട് കാരുണ്യം കാണിക്കുന്നു എന്ന ഒരു ചിന്ത തന്നെയാണ്. ഇനി മൂന്നാമത്തെ വായന കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വചനഭാഗത്ത് പൗലോസ്ലിഹ തൻ്റെ സമൂഹത്തെ അനുസ്മരിപ്പിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പുമൊക്കെ ലൗകിക മാനദണ്ഡമനുസരിച്ചുള്ള ഒരു കാര്യം കൊണ്ടും കാരണം കൊണ്ടും അല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്, അവരോടുള്ള ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് എന്ന ഒരു ചിന്തയാണ്. അതിൻ്റെ കാരണം കൂടി പൗലോസ്ലിഹ പറയുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്,
ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് എന്ന്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഓരോ നിമിഷവും തമ്പുരാൻ കാണിക്കുന്ന അനുഗ്രഹങ്ങൾ, തമ്പുരാൻ കാണിക്കുന്ന കാരുണ്യം ഒക്കെ നന്ദിയോടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അഹങ്കാരത്തിൻ്റെ ചിന്തകളെ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിലനിൽക്കുക എന്നാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുക. അതുകൊണ്ട് ദൈവം നമ്മളോടും മറ്റുള്ളവരോടും കാണിക്കുന്ന കാരുണ്യത്തോട് ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരാകാം, ആ കാരുണ്യത്തെ ഏറ്റുപറയുന്നവരാകാം, ആ ദൈവകാരുണ്യത്തിൽ സന്തോഷിക്കുന്നവരാകാം. ഒപ്പം അപമാനഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് നമ്മളെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഇതൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് ഒരു നിമിഷം മാത്രം മതി എന്ന ഒരു പ്രത്യാശയോടുകൂടി ആ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ടും ജീവിതത്തെ മുമ്പോട്ട് നയിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.